അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ബദർ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് തിന്നാം. കാരണം ബദർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മൗലിദ് പാടാനും മാല പാടാനും ആണ്ട് കഴിക്കാനും പോത്തിറച്ചിയും ആട്ടിറച്ചിയും തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് മുസ്ലിയാക്കന്മാർ ബദറിനെ കരുതിയിട്ടുള്ളത്. കാരണം അവർ പഠിച്ചു വെച്ചത് അങ്ങനെയാണ്. ഭക്ഷണം കിട്ടുന്ന ഏത് കാര്യവും അവർ അത് മുടക്കൂല, അവർ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഈ മാലയിലും മൗലിദിലൊക്കെ ഈ തീറ്റയുടെ കാര്യം പ്രത്യേകം, എല്ലാ മാലയുടെ അവസാനം തീറ്റയുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമാണ്, ഭക്ഷണം കഴിക്കണം. പക്ഷേ ഭക്ഷണം നമുക്കും വേണം, ഇപ്പം എനിക്കും വേണം, എല്ലാവർക്കും വേണം, മുസ്ലിംമാർക്കും ഒക്കെ വേണം. ഭക്ഷണം അനിവാര്യമാണല്ലോ, അത് അടിസ്ഥാന ഒരു ഘടകമാണ് മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണം. പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണ്ടേ? അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണല്ലോ. അള്ള പൊരുത്തപ്പെടാത്ത മാർഗത്തൊക്കെ തിന്നാൻ പറ്റുമോ? ഈ ബദ്രീങ്ങളെ പേരും പറഞ്ഞ് ഇതേപോലെ ആടും മാടൊക്കെ അറക്കുക, എന്നിട്ട് പിന്നെ വിശ്വാസികളെ ചൂഷണം ചെയ്യുക, ആ മഹാന്മാരെ അവഹേളിക്കുക, ഇങ്ങനത്തെ ഒരു നടപടി അത് ഇസ്ലാമിൽ ഇല്ലല്ലോ. അപ്പോൾ ബദർ കഴിഞ്ഞിട്ട് പ്രവാചകൻ കുറേ വർഷങ്ങളോളം ജീവിച്ചതാണ്. എന്നിട്ട് ഒരു ആട്ടിൻകുട്ടിനെ പോലും അറുത്തിട്ട് ഇതുപോലെ നേർച്ച കഴിക്കുക അല്ലെങ്കിൽ വട്ടം കൂടി ഇന്ന് തിന്നുക, അങ്ങനത്തെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. സ്വഹാബത്തിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്നാണ് ഹദീസ് കാണുന്നത്. കഫൻ ചെയ്യാൻ പോലും തുണി തയ്യാതെ പുല്ല് വെച്ച് മറച്ചിട്ട് മറവ് ചെയ്ത ചരിത്രങ്ങൾ ഹദീസ് നമുക്ക് കാണാം. അത്രയും സാധുക്കളായിരുന്നു സഹാബത്ത്. എന്നിട്ടും ആദർശം അവർ കൈവിട്ടില്ല. ഇതേപോലെ ആണ്ടും മൗലിദും കഴിച്ച് തിന്നവരല്ല അവരെ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നജീബ് മുസ്ലിയാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മുസ്ലിയാരാണ് നജീബ് മുസ്ലിയാർ. കാരണം മൂപ്പരെ അടുത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാലേ മൂപ്പർക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട്. ഒക്കെ തെറ്റിദ്ധരിപ്പിക്കണം. സാധുക്കളെ അങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചാലാണല്ലോ അവർക്ക് എന്തെങ്കിലും തിന്നാനുള്ള മാർഗം, ഉപജീവന മാർഗം തടയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മൂപ്പര് വളഞ്ഞും തിരിഞ്ഞൊക്കെ മറുപടി പറയലുണ്ട്. ഇതേപോലെയുള്ള ആളെ ഈ അലവി സഖാഫി, അതേപോലെ പേരോട്, ഈ വഹാബ് സഖാഫി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ മനുഷ്യന്മാരെ പൊട്ടനാക്കണ പരിപാടി. നോക്ക് നിങ്ങൾ, ഒരു ചോദ്യകർത്താവ് നജീബ് മുസ്ലിയാർ ചോദിക്കുന്നുണ്ട്, ഇതേപോലെ പിന്നെ കാളേനെയും പോത്തിനെയൊക്കെ ഞങ്ങൾ അറക്കലുണ്ട്, ഞങ്ങൾ തിന്നലുണ്ട്, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചോദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് നജീബ് മുസ്ലിയാർ അതിന് മറുപടി പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് കേൾക്കാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആദ്യം നിങ്ങൾ ചോദ്യം ഒന്ന് കേൾക്കുക. ആണ്ട് നീർച്ചയ്ക്ക്, ബദരീങ്ങളുടെ നീർച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ പോത്തിനെ കാളനെയൊക്കെ അറുത്തിട്ട് നീർച്ച കഴിക്കാറുണ്ട്. അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്നതും പന്നി ഇറച്ചി ഭക്ഷിക്കുന്നതും ഒരുപോലെയാണെന്ന് ഇവിടുത്തെ മുജാഹിദീങ്ങൾ അല്ലെങ്കിൽ സലഫികൾ ഇവിടെ നാട്ടുകാരെല്ലാവരും പ്രചരിപ്പിക്കുന്നു. അതിനൊരു വിവക്ഷ പറയാൻ താല്പര്യം. ചോദ്യകർത്താവിനെ ഇവർ ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഇവർ സ്വയം സൃഷ്ടിച്ചെടുത്തതാണോ, അല്ലെങ്കിൽ ഇത് വിഷയം പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണോ, നമുക്ക് അതിനെപ്പറ്റി വിഷയമല്ല. കാരണം നമുക്ക് ഈ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട കാതൽ അത് മാത്രം നമുക്ക് എടുക്കാം. കാരണം ഇവർ ഇങ്ങനെ പലപ്പോഴും ചെയ്യലുണ്ട്. ജനങ്ങൾക്ക് ഈ കാര്യം ഒന്ന് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യകർത്താവിനെ സദസ്സിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ രീതി സ്വീകരിച്ചതാണോ, അതല്ല നിഷ്പക്ഷമായിട്ട് കാര്യം പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്നുള്ള ആ നിഷ്പക്ഷതൊന്നും ആ ചോദ്യത്തിൽ കാണാനില്ല. എങ്കിൽ പോലും നമുക്ക് ആ ചോദ്യം ചോദിച്ചത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാര്യപ്പെടുത്താൻ കിട്ടി. എന്താണ്? ബദരീങ്ങളെ ആണ്ട് നേർച്ചയ്ക്ക് ഞങ്ങൾ കാളാപ്പോത്തൊക്കെ ആർത്ത് ഞങ്ങൾ തിന്നാറുണ്ട്, നേർച്ച കഴിക്കാറുണ്ട്. അപ്പോ മുജാഹിദ് സൽഫികളൊക്കെ പറയും അതും ഈ ബദരീങ്ങൾക്ക് വേണ്ടി അറുത്തതും അതേപോലെ തന്നെ പന്നിയിറച്ചിയും തുല്യമാണ് എന്ന് സലഫികൾ മുജാഹിദുകളൊക്കെ ഇങ്ങനെ ആരോടും പറയുന്നുണ്ട്. അതിനൊരു മറുപടി എന്ന് എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, താങ്കൾ ചോദ്യം ചോദിച്ച സഹോദരൻ തെറ്റിദ്ധരിച്ചതാണ്. സലഫികളെ മുജാഹിദുകളൊന്നും അല്ല ഇപ്പോൾ ഇത് പറഞ്ഞത്, ഇത് രണ്ടും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞത് സലഫികളെ മുജാഹിദൊന്നും അല്ല. അതിനൊക്കെ ഞാൻ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നജീബ് മുസ്ലിയാറിൻ്റെ ചോദ്യം ചോദിച്ചതിന് നജീബ് മുസ്ലിയാരുടെ മറുപടി എങ്ങനെയുണ്ട്, ന്യായീകരണം എങ്ങനെയുണ്ട് എന്ന് അതൊന്ന് കേൾക്കുക. അതിന് ശേഷം ഈ പന്നിയിറച്ചിയും ഇതും കൂടെ എന്താ വല്ല ബന്ധമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ബദരീങ്ങൾ എന്ന മഹാത്മാക്കളുടെ പേരിൽ നമ്മൾ അറുത്ത് ദാനം ചെയ്യുക, അല്ലെങ്കിൽ അറുത്തിട്ട് ഇറച്ചി വെച്ചുകൊടുത്ത് ദാനം ചെയ്യുക. ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ദാനം ചെയ്യുക എന്ന് പറഞ്ഞതാണ് അതിലുള്ളത്. അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമെന്നും അവർക്കതിൻ്റെ പുണ്യം കിട്ടുമെന്നും അതിലാർക്കും എതിരഭിപ്രായമല്ല പണ്ഡിത ലോകത്ത്. മരണപ്പെട്ടവരുടെ പേരിൽ സദക്ക ചെയ്യുന്നത് പുണ്യമുള്ളതാണെന്നത്. അത് ചിലർ നീർച്ചയാക്കലായിരിക്കും ഈ സദക്കനെ, അതുകൊണ്ട് അതിനെ നീർച്ചാന്ന് പേര് പറയും. അപ്പോൾ ബദരീങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരിൽ അറുത്തു കൊടുത്ത് ദാനം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കപ്പെട്ട നീർച്ചാന്ന് അതിൻ്റെ അർത്ഥം. അത് ബദർ ദിനവുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന ദിവസത്തിൽ നടത്തും നമ്മൾ. അപ്പോൾ ബദരീങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന റമദാൻ 17 അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബദരീങ്ങളുടെ പേരിൽ സദക്ക ചെയ്യുന്ന ഇടപാടാണ് ഇത്.
മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ പേരിൽ സദക്ക ചെയ്യപ്പെടുന്ന മൃഗവും അതിൻ്റെ ഇറച്ചിയും ഒക്കെ പന്നിയിറച്ചി പോലെയാണ് എന്ന് പറയുന്നവരല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്? അബദ്ധമായ രോഷപ്രകടനം മാത്രമാണത്. അതൊന്നും പറയുന്നത് ചെവിക്കൊള്ളാൻ പറ്റും. എന്താണ് നജീബ് മുസ്ലിയാരുടെ ന്യായീകരണം? ന്യായീകരണത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ സാലഫികളെയും മുജാഹിദികളൊന്നും കുറ്റം പറയണ്ട. അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞ തെളിവല്ലേ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ആരോപണം പറയുന്നവർ തെളിവ് കൊണ്ടുവരുന്ന പറഞ്ഞത്. ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പറഞ്ഞതാണ്. സൂറത്തു നഹ്ൽ 115-ാമത്തെ ആയത്ത്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് അള്ളാഹു പറഞ്ഞതാണേ. പന്നിയിറച്ചിയുടെ കൂടെയാണ് അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിലെ അർത്ഥ ഇറച്ചീനെ പറ്റി പറഞ്ഞതേ. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ അത് മറ്റുള്ളവരെ മേലിൽ കുതിര കയറേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഖുർആൻ നേരെ പഠിക്കുക. നിങ്ങൾ ഈ മാല കിതാബ് പഠിച്ചാണ് ഈ പ്രശ്നമായത്. ഈ മാലയും മൗലിദും കുത്തുബിയത്തും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം. ഇത് സലഫിയുടെ മേത്ത് മുജാഹിദിന്റെ മേത്തൊന്നും കുറ്റം പിന്നെ കുതിര കയറിയിട്ട് കാര്യമില്ല. അള്ളാഹ് തന്നെ പറഞ്ഞതാണ്. പന്നിയിറച്ചി കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹു അല്ലാത്തരപ്പിൽ അറക്കപ്പെട്ട മാംസം എന്നാ പറഞ്ഞത്. കണ്ടോ, അത് രണ്ടും ഒരുമിച്ചാണ് ഒരേ ആയത്തിലാ വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ തെളിവിന് വേണ്ടി ഒരുപാട് പിന്നെ അങ്ങോട്ടും ചോദിച്ച് ബേജാറായിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ന്യായീകരണമാണ് ഇനി നമ്മുടെ നജീബ് മുസ്ലിയാർ ന്യായീകരണം. എന്താണ് നജീബ് മുസ്ലിയാർ പറഞ്ഞതെന്ന് പറഞ്ഞാല്, മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ ദാനധർമ്മം ചെയ്യാനൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ നിലക്കാണ് ബദ്രീങ്ങളെ ആണ്ട് കഴിക്കുന്നത് എന്ന്. എങ്ങനെയുണ്ട് ന്യായീകരണം? നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മൂപ്പരത് കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ മൊത്തം തെറ്റിദ്ധരിക്കും. മരണപ്പെട്ടവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മക്കൾ മരിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ ചെയ്യുന്ന സ്വതക്ക അത് അവർക്ക് പാരത്രികമായി ഹൈറാണ്, ആ ഗുണം കിട്ടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് രണ്ടും രണ്ടല്ലേ? രണ്ടും ഒന്നാണോ? ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ മരിച്ചിട്ട് മക്കള് സ്വതക്ക കൊടുത്തിട്ട് ആരെങ്കിലും പാട്ട് പാടലുണ്ടോ? മൗലിദ് അവരെ വാപ്പാടെ പേരിൽ മൗലിദ് എഴുതുണ്ടാക്കിയിട്ട് ചൊല്ലലുണ്ടോ? എന്നിട്ട് സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വാപ്പയോ ഉമ്മയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾ സ്വതക്ക കൊടുക്കുക, ദാനധർമ്മം കൊടുത്താൽ നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? അള്ളാഹുവേ അവർക്ക് പുറത്ത് കൊടുക്കണേ റബ്ബേ, അള്ളാഹുവേ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ, കരുണ ചെയ്യണേ റബ്ബേ എന്നല്ലേ പ്രാർത്ഥിക്കലേ? ഇവര് ഈ ആണ്ട് കഴിച്ചിട്ട് ബദരീങ്ങൾക്ക് വേണ്ടി അറുത്ത് നേർച്ച കഴിച്ച് ഫുഡ് അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഇവര് എന്താണ് ബദരീങ്ങൾക്ക് വേണ്ടി പുറത്ത് കൊടുക്കണേ, ബദരീങ്ങളുടെ ഖബറിൽ പിന്നെ രക്ഷ കൊടുക്കണേ, അവർക്ക് പരലോകത്ത് ഹൈർ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. പിന്നെന്താണ് ചെയ്യുന്നത്? ബദരീങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് മൂപ്പര് കോട്ടി മാറ്റിട്ട് പറയാ, മരിച്ചവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാൻ ഖുർആൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതിലൊന്നും ആർക്കും തർക്കമില്ല. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന വേണം, ചെയ്യാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാണ്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ ദാനധർമ്മങ്ങളും സ്വതക്കകളും ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ ബദരീങ്ങൾ മരിച്ചതല്ലേ, അവ ബദരീങ്ങളെ പേരിൽ ഇങ്ങനെ അറക്കുക, എന്നിട്ട് ദാനധർമ്മം ചെയ്യാന്ന്. മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക കൊടുത്താൽ പരലോക ഖബറിലേക്ക് എന്ത് നന്മ കിട്ടും. പക്ഷെ ബദരീങ്ങൾക്ക് വേണ്ടി ഇവർ അറക്കുന്നത് എന്തിനാണ്? ഇവർ എന്നിട്ട് ഇങ്ങനെ അത് അറുത്ത് കൊടുത്തിട്ട് പാട്ട് പാടും. എന്താണ് പാട്ട് പാടുന്നത്? എന്താണ് ഇവരുടെ കയ്യിലുള്ള പാട്ട്? എന്താണ്? എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. കണ്ടോ, മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക കൊടുത്താൽ എൻ്റെ ഉമ്മാക്ക് പൊറുക്കണേന്നാ തേടുക. ഇവര് ബദരീങ്ങൾക്ക് വേണ്ടി ആടർത്തിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കാനേ. ഏത് സ്വതക്ക കൊടുക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചതും അതുമ്മ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് തൂങ്ങിപ്പോവുകയാണ്. എന്നിട്ട് ഇവര് ബദരീങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കും, അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയും. ഇവര് ബദരീങ്ങൾക്ക് വേണ്ടി അർത്ഥത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ചോദിക്കുക ചെയ്യുന്നത്. എന്താ ചോദിച്ചത്? എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബന. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ഷിഫ തന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബന. കണ്ടോ, ഇതൊക്കെ അറുത്തിട്ട് അവരോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ അറക്കണത്, അല്ലാതെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല.
എന്നിട്ട് മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്യുന്ന സ്വതക്കയെ പൊക്കി പിടിച്ചിട്ട് ഇതും അതും കൂടി ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നജീബ് മുസ്ലിയാർ നടത്തിയിട്ടുള്ളത്. ഇതും രണ്ടും രണ്ടാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക കൊടുക്കാൻ റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അത് പരലോകത്തേക്ക് അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഈ പാള കിതാബ് ഓതിയിട്ട് വേണോ ബദരിങ്ങൾക്ക് പിന്നെ ഖബറിലെ രക്ഷ കിട്ടാനും പരലോകത്ത് വിജയം കിട്ടാൻ നിങ്ങളുടെ പാള കിതാബും നിങ്ങളുടെ ഈ ആർത്തിട്ടും വേണോ? വേണ്ടല്ലോ. അള്ളാഹ് പൊരുത്തപ്പെട്ടതാണ് കൂട്ടരെ അവരെ. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. കണ്ടോ, അള്ളാഹ് അവരെ പൊരുത്തപ്പെട്ടു, അള്ളാഹു അവരെയും പൊരുത്തപ്പെട്ടു. രണ്ടു കൂട്ടും പരസ്പരം പൊരുത്തപ്പെട്ടു. ആ വിഭാഗത്തിന്റെ പേരും പടം നിങ്ങൾ തിന്നുന്നത്. അല്ല നിങ്ങളുടെ ഈ പാള കിതാബ് ഓതിയിട്ട് പിന്നെ ഈ മാടിനെ ഓർത്ത് കാളിനെ ഓർത്ത് തിന്നിട്ടും നിങ്ങൾക്ക് വേണ്ട. പരലോകത്ത് ബദരീങ്ങൾക്ക് രക്ഷപ്പെടാം. അവർക്ക് അള്ളാഹ് പൊരുത്തപ്പെട്ട വിഭാഗമാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ടല്ലേ. അങ്ങനെ എല്ലാ നിലക്കും ബദരീങ്ങൾ ഉന്നതന്മാരാണ്. അല്ല നിങ്ങൾ ഈ പാള കിതാബും ബദർമാവിലും ഇതുപോലെ തപസ്സിൽ ബെയ്ത്തും പാടിയിട്ടാണ്. എന്നിട്ട് ബദരീങ്ങൾക്ക് വേണ്ടി ആർത്തിട്ട് അവരിങ്ങോട്ട് ചോദിക്കുക, കടം വീടാന്, സന്താനം ഉണ്ടാകാന്, സൗകര്യമുള്ള വീടിന്, പ്രസവത്തിലെ എളുപ്പത്തിന്, പ്രഷർ, പ്രമേഹം, ഷുഗർ ഇതൊക്കെ മാറാൻ വേണ്ടി ഇങ്ങോട്ട് മക്കൾ സ്വതക്ക് കൊടുക്കുന്നത് അള്ളാഹു എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാം. ഇവർ ബദരീങ്ങളെ പേരും പറഞ്ഞ് ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ചിട്ട് ബദരീങ്ങളെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് ആടൊക്കെ അറുത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞ് തേടുക. അപ്പോ ജനങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാ കാര്യത്തിലും അതാണ് പിന്നെ അസ്ഹരി കാന്തപുരത്തിന്റെ മകൻ പറഞ്ഞത്, ഞങ്ങളെ എല്ലാ പ്രശ്നത്തിലും ബദരീങ്ങൾ ഇടപെടും, ബദരീങ്ങളെ സഹായം കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ അതും ഇതും കൂട്ടി കുഴച്ചിട്ട് കാര്യമില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം രണ്ടും രണ്ടാണ്. നിങ്ങൾ ഇങ്ങോട്ട് പാട്ട് പാടിയിട്ട് അവിടെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഏറെ മീകംതുള്ള പേറ്റേ വരുത്തത്തിൽ ഇന്റെ സഹാബികൾ പേരിനെ ഓതുകിൽ കൂറി മൂടിയും മൂനം പള്ള തന്നിന്ന് കുട്ടി പിറക്കരിയില്ല ശക്കുന്നോവർ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻബദിരിങ്ങളാൽ ഹാളിറുണ്ട് വിടത്തിലും തൻ മുറാദ് പോഷണം ഹാസില ബന്ധുളർച്ചയിൽ വെത്തുമുത്തിരം വെക്കത ഒരു ഹക്കതിൽ വീട്ടുറാഹിമയൻ കൊതി ബദിരിങ്ങളെ ബർക്കത്തിനാൽ. കണ്ടോ, ഇതൊക്കെ എപ്പോൾ പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടരെ നിങ്ങൾ അറക്കണത്. അതിന് പ്രവാചകൻ മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുന്ന ഇതും കൂടി കൂട്ടിക്കുഴച്ചിട്ടാണ് നജീബ് മുസ്ലിയാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവരിങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതിന് അവിടെ അലവി സഖാഫി, അതേപോലെ പേരോട്, വഹാബ് സഖാഫി, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിറിച്ച് തള്ളും. ആ ചോദ്യകർത്താവിനെ അങ്ങനെ പരിഹസിക്കും. അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യും, ഈ ഖുർആൻ ഹദീസൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കും. എന്നാലും ഇവർ ആണ്ട് നിർത്താൻ പറ്റൂല. ആണ്ട് അവർ കൃത്യമായിട്ട് കൊണ്ടുപോകും. അതിനാണ് ഇവർ ബദർ ദിനത്തിന് അന്ന് തന്നെ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കും ബദരീങ്ങളെ ഖബറിലേക്ക് നന്മ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ഈ ആടി നടക്കുന്നതും ഈ പാട്ട് പാടുന്നതൊക്കെ അവർക്ക് നന്മ കിട്ടാൻ വേണ്ടി അല്ല. പാട്ടിലൊക്കെ ഇങ്ങോട്ട് തായോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ. അള്ളാഹു സത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.